അങ്ങനെ ഡ്യൂറൻ കപ്പിന്റെ മറ്റൊരു ഫൈനലിസ്റ്റുകളെ കൂടി തീരുമാനമായിരിക്കുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് അപ്പോൾ ബംഗളൂരു FC-യെ പരാജയപ്പെടുത്തിയാണ് അവർ ഡ്യൂറൻ കപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചയായുള്ള രണ്ടാമത്തെ തവണ മുന്നേറുന്നതെന്നുള്ളതാണ്. നിലവിലെ ചാമ്പ്യൻസ്, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് കൂടിയാണ് മോഹൻ ബഗാൻ എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അവരുടെ ആ ഒരു ഫൈറ്റിംഗ്, ആ ഒരു മെൻറ്റാലിറ്റിയിൽ തന്നെയാണ് അവർക്ക് തിരിച്ചു വന്ന് പിന്നീട് പെനാൽറ്റിയിലൊക്കെ വന്ന് ജയിക്കാനായിട്ട് സാധിച്ചത്. കാരണം പഞ്ചാബ് എഫ്സിക്കെതിരെ പുറകിൽ പോയിട്ട് പലവട്ടം തിരിച്ചു വന്നിട്ടാണ് പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിരുന്നത്. അങ്ങനെയാണ് സെമി ഫൈനൽ ബംഗളൂരു എഫ്സിക്കെതിരെ വരുന്നത്. ഈ ഒരു മത്സരത്തിലോട്ട് വന്നാലും 2-0 എന്ന് പറയുന്നൊരു നിലയിൽ ബംഗളൂരു എഫ്സി മുന്നിൽ നിന്ന സാഹചര്യത്തിൽ നിന്നാണ് മോഹൻ ബഗാൻ തിരിച്ചു വരുന്നതും പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർക്ക് ആ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്, ഫൈനലിലേക്ക് പ്രോഗ്രസ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പം മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ടീമുകളുടെ ഭാഗത്തു നിന്ന് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ആദ്യം അവർക്കൊരു പെനാൽറ്റിയാണ്. ആ പെനാൽറ്റി എന്താ കോൺട്രവേഴ്ഷ്യൽ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു പെനാൽറ്റിയെ പറ്റി തോന്നുന്നത്? കുറച്ച് ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. സോ അത് ചേത്രി വലയ്ക്കുള്ളിലാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു മിസ്റ്റേക്കിൽ നിന്ന് വന്ന ഒരു സാധ്യതയാണ്, ഡയാസ് പാസ് ചെയ്യുന്നു, വിനീത് എന്ന് പറയുന്ന താരം ഗോൾ അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആ 2 ഗോൾ വന്നതിലും വിനീത് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറുടെ BFCയുടെ ഒരു ഈ ഒരു സീസണിൽ ചിലപ്പോൾ എമർജ് ചെയ്ത് വരാൻ സാധ്യതയുള്ളൊരു പ്ലെയറാണ് വിനീത്. കാരണം ആ പെനാൽറ്റി അദ്ദേഹത്തെയാണ് ഫൗൾ ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. അതുപോലെ ഈ ഡ്യൂറൻ കപ്പിൽ പല മത്സരങ്ങളിലും അദ്ദേഹം ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. പിന്നീട് BFC ചില ചേഞ്ചസ് ഒക്കെ നടത്തി, ചില അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ മാറ്റി ഡിഫെൻസീവ് പ്ലേയേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ചില ചേഞ്ചസ് ഒക്കെ അവരുടെ ഭാഗത്ത് നിന്നൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. മെയിൻ പ്ലേയേഴ്സിനെ 11 തന്നെ കുറേ ചേഞ്ചസ് വരുത്തി. സോ അത് എന്താണെങ്കിലും ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും മോഹൻ ബഗാൻ ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് തുടർച്ചയായിട്ടുള്ള അറ്റാക്കുകൾ, എസ്പെഷ്യലി ലെഫ്റ്റ് വിങ്ങിൽ ആക്ച്വലി ലിസ്റ്റണ് കുറേ അവസരങ്ങൾ ഗോളാക്കാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള അവസരങ്ങളായിരുന്നു. കുറേ ചാൻസസ് ഒക്കെ അദ്ദേഹത്തിന് തന്നെ മിസ്സായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇവർക്കും ആദ്യം ഒരു പെനാൽറ്റിയിലൂടെ തന്നെയാണ് മുന്നിലെത്തുന്നൊരു സാഹചര്യം വരുന്നത്. മൻവീർ സിംഗിനെ ഫൗൾ ചെയ്യപ്പെടുന്നു, അങ്ങനെ പെട്രട്ടോസ് സ്കോർ ചെയ്യുന്നു പെനാൽറ്റി. അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു കിടിലൻ ഗോളാണ് അനിരുദ്ധ താപ്പ സ്കോർ ചെയ്തത്. ഒരു ഔട്ട്സൈഡ് ദി ബോക്സിൽ നിന്ന് ലോങ് റേഞ്ചർ സൂപ്പർ ഷോട്ട്. അങ്ങനെയാണ് 2-2 എന്ന നിലയിൽ ഫുൾ ടൈമിൽ മത്സരം അവസാനിക്കുന്നത്. എന്താണെങ്കിലും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വിശാൽ കേത്ത് തന്നെയാണ് ഹീറോ. കാരണം ഒരു ആദ്യം ഒരു സേവ് നടത്തുന്നു, അത് കഴിഞ്ഞിട്ട് ഗുർപ്രീതും ഒരു സേവ് നടത്തിയിട്ട് ബംഗളൂരു എഫ്സിക്കും ആ ഒരു അഡ്വാൻറ്റേജ് എന്ന നിലയിലേക്കൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് ബംഗളൂരു എഫ്സിയുടെ അവസാനത്തെ കിക്ക്. ആ ഒരു ഷോട്ട് അടിച്ചിരുന്നെങ്കിൽ വീണ്ടും ഷൂട്ടൗട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു. എന്നാൽ രണ്ടാം തവണയും വിശാൽ കേത്തിന് അത് സേവ് ചെയ്യുന്നു, അവരെ മുന്നോട്ട് നയിക്കാൻ തന്നെ അത് കാരണമാകുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും മോഹൻ ബഗാൻ തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ തന്നെ നൽകുന്നുണ്ട്. ഈ തുടർച്ചയായുള്ള 2 മത്സരങ്ങളും നമ്മൾ ISL-ൽ നമ്മൾ ഇൻ പേപ്പർ എത്ര പയക്കേണ്ട ഒരു ടീമാണ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവർ കളിക്കളത്തിലും ആ ഒരു പ്രകടനമൊക്കെ കാട്ടുന്നു. ഇനിയും പ്ലേയേഴ്സൊക്കെ വരേണ്ടതുണ്ട്, അതായത് മക്ലാറിനെ പോലത്തെ താരങ്ങളൊക്കെ വരേണ്ടത്. അപ്പം ഇനിയും എത്ര സ്ട്രോങ് ആകുമെന്ന് കൂടി ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് തോന്നുന്നത്. സോ എന്താണെങ്കിലും ഫൈനലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് ആ ഒരു പോരാട്ടം വരുന്നത്. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് പറയണം. കാരണം നോർത്ത് ഈസ്റ്റ് അവരുടെ ആദ്യത്തെ ട്രോഫിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ നോർത്ത് ഈസ്റ്റിനും കൂടെ ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴികെയുള്ള എല്ലാ ടീമുകൾക്കും ടോപ്പ് ടയറിൽ ട്രോഫി ആകും. അല്ലെങ്കിൽ അതോ മോഹൻ ബഗാന് മറ്റൊരു ഡ്യൂറൻ കപ്പ് ട്രോഫി അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ലെവലിലൊരു ട്രോഫി കിട്ടുമോ എന്നൊക്കെയുള്ളതാണ് നോക്കേണ്ടത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണുക. സനിയ.